ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാനിരിക്കുന്ന കഥയിലേക്ക് സ്വാഗതം. സത്യാമ്മ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, ഈ വരുന്ന അമാവാസിക്കുള്ളിൽ നിനക്ക് ശാലിനിയെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നീ ഉറപ്പായിട്ടും ഞാൻ തരുന്ന ഡിവോഴ്സ് പേപ്പർ നീ ഒപ്പിട്ട് തരേണ്ടി വരുമെന്ന് പറയുന്നു. വിഷ്ണു അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ ആ കരാറിന് തയ്യാറാണമ്മേ, ഉറപ്പായിട്ടും ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ ശാലിനിയെ കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ശാരദാമ്മയും ശാലിനിയുമാണ്. ശാരദാമ്മ ശാലിനിയോട് പറയുന്നുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം നീ എപ്പോഴും അവരുടെ ആജന്മ ശത്രു മാത്രമായിരിക്കുമെന്നൊക്കെ പറയുന്നു. സത്യാമ്മയെ കുറിച്ചാണ് ശാരദാമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശാലിനി അപ്പോൾ സത്യമോളെ കുറിച്ച് പറയുന്നുണ്ട്, ഇതുവരെയും കാണാത്ത ഒരു കുഞ്ഞ് വിഷ്ണുവിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ സത്യാമ്മ അത് അംഗീകരിച്ച് തരില്ല എന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പപ്പിമോളെയാണ്. പപ്പിമോളാണെങ്കിൽ കുടുംബ ഫോട്ടോയിലേക്ക് നോക്കുന്നു. അതിനുശേഷം അവിടെ ക്രോസ് ആയിട്ട് ശാലിനിയുടെ മുഖത്തൊട്ടിച്ചു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റർ ഇളക്കാൻ തുടങ്ങുകയാണ്. ഈ ചേച്ചിയമ്മയുടെ മുഖം ഒന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക്